3 ദിവസമാണ് വനാക്രൈ ലോകത്തെ മുൾമുനയിൽ നിർത്തിയത്. 2 ദിവസത്തെ അവധി ദിവസങ്ങൾ കൂടി മുതലെടുത്ത് വെള്ളിയാഴ്ചയാണ് ലോകത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള കമ്പ്യൂട്ടറുകൾ ഹാക്കർമാർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത്. ബ്ലാക്ക്മെയിലിംഗ് സ്വഭാവമുള്ള റാൻസംവെയർ ആക്രമണത്തിലൂടെ ഒരു കമ്പ്യൂട്ടറിന് $300 വെച്ചാണ് ഹാക്കർമാർ ആവശ്യപ്പെട്ടത്. പണത്തിന്റെ മൂല്യം ബിറ്റ്കോയിനിലൂടെ കൈമാറുന്ന മുറയ്ക്ക് കമ്പ്യൂട്ടർ പഴയപടിയാക്കാനുള്ള കീ കൈമാറുമെന്നും ഹാക്കർമാർ വ്യക്തമാക്കിയിരുന്നു. രാജ്യങ്ങളിലായി 2 ലക്ഷത്തിലധികം കമ്പ്യൂട്ടറുകളാണ് ഇത്തരത്തിൽ ഹാക്കർമാർ കീഴ്പ്പെടുത്തിയത്. കോടികളായിരുന്നു ഈ ആക്രമണത്തിലൂടെ സൈബർ കുറ്റവാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 3 ദിവസം നീണ്ട ആക്രമണത്തിലൂടെ കേവലം 35.25 ലക്ഷം രൂപ മാത്രമാണ് ഹാക്കർമാർ സ്വന്തമാക്കിയതെന്നാണ് വിലയിരുത്തൽ. സാമ്പത്തിക നേട്ടം മുൻനിർത്തിയുള്ള സൈബർ ആക്രമണം വമ്പൻ പരാജയമെന്നാണ് മിക്ക രാജ്യങ്ങളിലെയും സൈബർ വിദഗ്ധർ വിലയിരുത്തുന്നത്. കാര്യകാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഹാക്കിങ്ങിനു പിന്നിൽ പ്രവർത്തിച്ചവർ വെറും മണ്ടന്മാരാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഹാക്കിങ്ങിന്റെ ബാലപാഠം മാത്രം അറിഞ്ഞുകൊണ്ട് ലോകത്തെ വെല്ലുവിളിക്കാനിറങ്ങിയ സംഘമാണത്രേ ഇത്. സാധാരണ റാൻസംവെയർ ആക്രമണത്തിനിറങ്ങുന്ന സൈബർ കുറ്റവാളികൾ നേടുന്ന സാമ്പത്തിക ലാഭത്തിന്റെ ഒരംശം പോലും നേടിയെടുക്കാൻ ഇത്രയേറെ ലോകശ്രദ്ധയും ഭീതിയും പടർത്തിയ വനാക്രൈ ആക്രമികൾക്ക് കഴിഞ്ഞിട്ടില്ല. കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്ത ശേഷം മോചനദ്രവ്യം ബിറ്റ്കോയിനിൽ ഈടാക്കുന്ന സാങ്കേതികത്വത്തിലാണ് വനാക്രൈ പരാജയപ്പെട്ടത്. ബിറ്റ്കോയിൻ ആരൊക്കെ നൽകിയെന്നോ നൽകിയില്ലെന്നോ ഹാക്കർമാർക്ക് തിരിച്ചറിയാനുള്ള സംവിധാനമില്ലെന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിനിൽ പണം നൽകിയവരിൽ പലർക്കും കീ ലഭിച്ചിട്ടുമില്ല. മാത്രമല്ല, ബിറ്റ്കോയിൻ കൈമാറ്റത്തിനായി ഒറ്റ അഡ്രസ് മാത്രമാണ് ഹാക്കർമാർ നൽകിയത്. കീഴടക്കിയ ഓരോ കമ്പ്യൂട്ടറിനും ഓരോ അഡ്രസ് നൽകുന്നതിലും ഹാക്കർമാർ പരാജയപ്പെട്ടു. അതേസമയം പ്രൊഫഷണൽ ഹാക്കർമാരായിരുന്നു വനാക്രൈക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഫലം ഭയാനകമാകുമായിരുന്നെന്നാണ് സാങ്കേതിക വിദഗ്ധരുടെ വിലയിരുത്തൽ.